ഇങ്ങനെ ഒന്ന് പ്ലീറ്റ് പിടിച്ച് ആദ്യം വയ്ക്കുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് ലേഡീസ് ബുദ്ധിമുട്ടുന്നതാണ് സാരി ഉടുക്കാൻ അറിഞ്ഞുകൂടാതെ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്നൊരു സാരി ഉടുത്ത് പഠിക്കാം. അതിനു മുമ്പ് എന്റെ വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്യുന്നവർ തീർച്ചയായിട്ടും എന്റെ വീഡിയോസ് ബാക്കിയുള്ളതൊക്കെ പോയി കാണുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, തുടർന്ന് സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലോട്ട് വരാം. ഞാൻ ഇന്ന് ഒരു സാരി ഡ്രാപ്പിംഗ് ആണ് പഠിപ്പിക്കുന്നത്. വേറെ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് സാരി ഉടുക്കുന്നത് എങ്ങനെ. ഇപ്പൊ ഞാൻ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെന്തൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ, ഓണം, ക്രിസ്മസ് ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒക്കെ വരത്തില്ലേ, ചിങ്ങം 1. അപ്പോൾ അതിനൊക്കെ സാരി ഉടുക്കാൻ അറിയത്തില്ല, പക്ഷെ സാരി ഉടുക്കുന്നത് ഇഷ്ടമാണ്. അയ്യോ, അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അത് ഭയങ്കര റിസ്ക് പിടിച്ച കാര്യമാണ്. അയ്യോ, ഇതൊക്കെ ഇങ്ങനെ പിടിച്ച് നടക്കണ്ടേ, ഭയങ്കര പാടാണ്, അഴിഞ്ഞു വീഴും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് റീസൺസ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ എന്റെ ഓർമ്മയിൽ വെച്ച് ഞാനൊരു +2 ഞാൻ സ്കൂളിൽ ഹാഫ് സാരി ഫസ്റ്റ് കൊടുത്തിട്ട് പോകുന്നത്. അതിനുശേഷം ഞാൻ തന്നെയാണ്, അത് ആരും പഠിപ്പിച്ചതല്ല, നമ്മുടെ വീട്ടിൽ സ്ഥിരം കാണുന്നതാണ് നമ്മുടെ അമ്മമാർ എന്ന് സാരി ഉടുക്കുന്നത്. അപ്പോൾ അത് കണ്ട് നമ്മൾ സ്ഥിരം ഒരു സംഭവം കാണുമ്പോൾ നമ്മൾ ഒബിയസ്ലി പഠിച്ചു. പിന്നെ എനിക്കത് പഠിക്കണമെന്ന് ഇൻട്രസ്റ്റ് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് വേണ്ടത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇത്ര ഒന്നും പേടിക്കാനൊന്നുമില്ല, അഴിഞ്ഞു വീഴുക ഒന്നുമില്ല. സാരി ഉടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓടാൻ, ഡാൻസ് എന്ത് വേണം ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നൊരു സാരി ഡ്രാപ്പിംഗ് പഠിക്കാം സിമ്പിൾ ആയിട്ട്. അപ്പൊ ഞാൻ റെഡിയാണ്, നിങ്ങൾ റെഡിയല്ലേ? അപ്പോൾ റെഡി ആണെങ്കിൽ വായോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് സാരി ഉടുത്ത് പഠിപ്പിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു പർപ്പിൾ കളറ് സാരിയാണ്. അപ്പോൾ പ്ലെയിൻ കളർ സാരി. അപ്പോൾ നമുക്ക് ഒന്ന് ഡ്രാപ്പ് ചെയ്താലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സാരി ഒന്ന് നന്നായിട്ട് നിവർത്തണം. നിവർത്തിയതിന് ശേഷം നമുക്ക് പെട്ടെന്നൊക്കെ സാരി ഉടുക്കാനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ മുന്താണി വശമുണ്ട്. ഇപ്പം നമുക്ക് ഡിസൈനൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ മുന്താണി വശം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് എത്രത്തോളം വീതി വേണോ അത്രത്തോളം നമ്മളിപ്പോൾ 3 വിരലാണെന്നുണ്ടെങ്കിൽ ചെറിയ നമുക്ക് ഇത് കേട്ടോ പ്ലേറ്റ്. ഇപ്പോൾ ഇല്ല 4 ആണെന്നുണ്ടെങ്കിൽ 4. ഇപ്പം ഞാനൊരു 3 വിരലിൻ്റെ ഇതിലാണ് എടുക്കുന്നത്. ഇങ്ങനെ ഒന്ന് പ്ലീറ്റ് പിടിച്ച് ആദ്യം വയ്ക്കുക. നമ്മളിപ്പോൾ സാരി ഉടുക്കുന്നവർ ഓരോരുത്തരുടെ കംഫർട്ടബിൾ അനുസരിച്ചിട്ടാണ് നമ്മൾ പ്ലീറ്റ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ചെറിയൊരു പ്ലീറ്റാണ് എടുക്കുന്നത്. അപ്പോൾ വലിയ പ്ലീറ്റ് ആവശ്യമുള്ളവർക്ക് വലിയ പ്ലീറ്റ് എടുത്ത് നമുക്ക് പിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഫസ്റ്റ് പ്ലീറ്റ് എല്ലാം പിടിച്ചു വെച്ചായിരുന്നു. എൻ്റെ ലെങ്തിന് ആവശ്യത്തിനുള്ള ലെങ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ഹൈറ്റിനനുസരിച്ചിട്ടാണ് ലെങ്ത് ഒക്കെ എടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ സാരി ഉടുക്കുന്നവർ ഫസ്റ്റ് നല്ലൊരു അണ്ടർ സ്കർട്ട് തിരഞ്ഞെടുക്കുക. ഞാൻ ഇപ്പോൾ ജസ്റ്റ് പാന്റാണ് ഇട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സാരിയുടെ ഏതെങ്കിലും ഒരു ഭാഗം, അതായത് മുന്താണി ഭാഗമല്ല, മുന്താണി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ലാസ്റ്റ് ഇവിടെ ഇടുന്ന ഭാഗത്ത് കുറച്ച് എന്തെങ്കിലും ഡിസൈൻ കാണും. അപ്പൊ പ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഡിസൈൻസ് ഒന്നും കാണത്തില്ല. ഓൾറെഡി എനിക്കിവിടെ സാരിയുടെ ഈ ഭാഗം ഒന്ന് തുന്നി വെച്ചിട്ടുണ്ട്, സൈഡ് ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ട്. സോ എനിക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ സാരിയുടെ ഈ ഭാഗം നമ്മുടെ റൈറ്റ് സൈഡ്, റൈറ്റ് ഹാൻഡിന്റെ ഇവിടെ ഇച്ചിരി ഇങ്ങോട്ടായിട്ട് നമ്മളിവിടെ നന്നായിട്ടൊന്ന് കുത്തുക. നമ്മളിത് കുത്തിയതിന് ശേഷം ഉണ്ടല്ലോ, ഇതിങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കാം. ഓക്കെ, നമ്മൾ ഒരു സൈഡ് ഇവിടെ നിന്ന് കുത്തി ഇപ്പുറത്തെ സൈഡിലോട്ട് ആക്കിയതിന് ശേഷം ഒന്ന് ചുറ്റിയെടുത്ത് ഈ റൈറ്റ് സൈഡ് നമ്മൾ കുത്തിയില്ലേ, സാരി കുത്തിയ സ്ഥാനത്ത് തന്നെ നമ്മൾ വീണ്ടും ഇവിടെ ഒന്ന് ജസ്റ്റ് പിൻ ചെയ്ത് വയ്ക്കുക. ജസ്റ്റ് ഒന്ന് ഇച്ചിരി മാത്രം പിൻ ചെയ്താൽ മതി. ബാലൻസ് നമ്മൾ ഇവിടെ കിടക്കുന്നതെല്ലാം നമ്മൾ അകത്തോട്ട് തന്നെ ഒന്ന് ട്രാപ്പ് ചെയ്യാം. ഒന്ന് നന്നായിട്ട് വരിഞ്ഞു കുത്തുക. സാരി ഉടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏത് ചെരുപ്പാണോ നമ്മൾ ഇട്ടിട്ട് പോകുന്നത് ആ ചെരുപ്പ് ഇട്ടതിന് ശേഷം മാത്രം വേണം സാരി ഉടുക്കാൻ. ഞാൻ ഓൾറെഡി സാരിയുടെ പ്ലീറ്റ് നേരത്തെ തന്നെ പിടിച്ച് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും സാരി ഉടുക്കുമ്പോഴത്തേക്ക് പ്ലീറ്റ് ഓൾറെഡി പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി കൂടെ ഈസി ആയിട്ട് വയ്ക്കാം. കണ്ടോ, ഞാൻ ഒരു ചുറ്റൂടെ ചുറ്റിയതിന് ശേഷമാണ് നെക്സ്റ്റ് ആ പ്ലീറ്റ് എടുത്ത് നമ്മുടെ ബ്ലൗസിൽ പിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ പ്ലീറ്റ് പിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്ലീറ്റിൻ്റെ അടിഭാഗത്തുള്ള പ്ലീറ്റ് വേണം വലിച്ചെടുത്ത് നമ്മളെ ഇടുപ്പ് ഭാഗത്തോട്ട് കുത്തി വയ്ക്കാനായിട്ട്. നമ്മൾ ഈ വലിച്ചെടുക്കുന്ന പ്ലീറ്റ് നമ്മുടെ റൈറ്റ് സൈഡിലോട്ടാണ് പിൻ ചെയ്ത് വയ്ക്കുന്നത്. അതായത് നമ്മൾ പ്ലീറ്റ് നമ്മുടെ തോളിൽ ഇടുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ ആ വലിച്ചെടുക്കുന്ന പ്ലീറ്റ് പിൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ബാക്കി കിടക്കുന്ന ഭാഗം എടുത്ത് നമ്മൾ ഫ്രണ്ട് പോർഷനിലുള്ള പ്ലീറ്റ് പിടിക്കണം. അത് നമുക്ക് ഒത്തിരി പ്ലീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് പിടിക്കാം. അതുപോലെ തന്നെ ആ ഫ്രണ്ടിൽ പിടിക്കുന്ന പ്ലീറ്റ് നമ്മുടെ ലെഫ്റ്റ് സൈഡാണ് നമ്മുടെ ഷോൾഡറിലുള്ള പ്ലീറ്റ് ഉള്ളത്. ആ ഭാഗത്ത് തന്നെ താഴത്തെ പ്ലീറ്റും കുത്തണം. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ ബാലൻസ് കുറച്ച് പോർഷൻ കാണും, അതെടുത്ത് ബാക്കിൽ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് ചൊരുകി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഫ്രണ്ടിലുള്ള പോർഷനൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ സാരി ഡ്രാപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഭയങ്കര പക്ക സൂപ്പർ ആയിട്ട് സാരി ഉടുക്കാൻ, നല്ല സാരി ഉടുക്കാൻ അറിഞ്ഞുകൂടാത്തവർക്ക് പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് സാരി ഉടുക്കാൻ പറ്റും. നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ അളവൊക്കെ എടുത്ത് കറക്റ്റ് ഒരു ബ്രൈഡൽസിനൊക്കെ
നമ്മൾ സാരി ട്രാപ്പിംഗ് ചെയ്ത് അങ്ങനെയും എനിക്കറിയാം. അത് നമുക്ക് പിന്നീട് നമുക്ക് പഠിക്കാം. ഇപ്പം ജസ്റ്റ് നമുക്കിപ്പോ സാരി അധികം ഉടുക്കാൻ അറിഞ്ഞൂടാത്തവർക്ക് പെട്ടെന്ന് ഉടുക്കാൻ പറ്റിയതാണ് ഇത്. സിമ്പിൾ ആയിട്ട്. എങ്ങനെയുണ്ട്? നോർമലായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ സാരി ഉടുക്കാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ കാണിച്ചത്. അപ്പോൾ എൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് എങ്ങനെയുണ്ട്? ജസ്റ്റ് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഉടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാം. അപ്പൊ ഞാൻ ഈ സാരി ഉടുക്കാനായിട്ട് രണ്ട് പിന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഇവിടെ ഒരു പിന്ന് വെച്ചിട്ടുണ്ട്, പിന്നെ ഇത് നമ്മൾ വലിച്ചിവിടെ ഒരു കുത്തത്തില്ലേ ഇവിടെ ഈ ഭാഗത്ത് ഇവിടെ ഒരു പിന്ന് വെച്ചിട്ടുണ്ട്, വേറെ ഒരു പിന്ന് ഞാൻ വെച്ചിട്ടില്ല. ഈ 2 പിന്നും കൊണ്ട് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് സാരി ഡ്രപ്പിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഈ മാരേജിനൊക്കെ, അതായത് ബ്രൈഡൽസിനൊക്കെ എടുക്കുന്ന രീതി ഞാൻ എന്തായാലും തീർച്ചയായിട്ടും നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ചെയ്ത് വരാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ട്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ഇടുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ ഇപ്പൊ സാരിക നന്നായിട്ട് എടുക്കാൻ അറിയാവുന്ന ഒത്തിരി പേരുണ്ട്, അവർക്ക് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടാവുന്നതാണ്. പിന്നെ ഇത് കണ്ട് പഠിച്ചവരും തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ അടുത്ത് ഇൻഫോം ചെയ്യണം. ഇനിയും നിങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള പുതിയ വീഡിയോസ് വരും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു. ഓക്കെ.